എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിൽ തന്നെ പോകാം. അതുമായി ഡിജിറ്റൽ കടന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായി നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ഹസ് ബീൻ പബ്ലിഷ്ഡ് ഓൺ 22/6 2026 ഫോർ ഫർദർ ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ് മേ ബി കോൺടാക്ട് എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. കാരണം അത് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് സ്റ്റുഡൻറ്റ് ലോഗിൻ നിന്ന് നമുക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കാം. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനം നേടേണ്ടതായിട്ടുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ടു കൺഫേം ദ ഫസ്റ്റ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ജൂൺ മാസം 22 മുതൽ 26 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. 1000 രൂപയ്ക്ക് അടുത്തിരും. പിന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ മാസം 22 മുതൽ 24. ഇപ്പം ഉദാഹരണം പറയുന്നത് 5ാമത്തെ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ 4ാമത്തെയോ 3ാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ജൂൺ മാസം 22 മുതൽ 24 വരെയാണ്. അതെല്ലാം നമ്മൾ പിന്നീട് അറിയിക്കും. നിങ്ങൾ ആ അലോട്ട്മെന്റ് വന്നതിന് ശേഷം തീർച്ചയായും വീഡിയോ അയക്കും. അഡ്മിഷൻ ടു ദ കോളേജസ് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടച്ച് കൺഫേം ചെയ്താൽ മതി. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജ് ജോയിൻ. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ മാസം 29 വരുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതൊന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങളെ വരും സമയങ്ങളിൽ അറിയിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ അഡ്മിഷൻ അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണും. കാൻഡിഡേറ്റ് അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ് ഐ ഡിയും പാസ്വേഡും സെക്യൂരിറ്റി കീയും ഓക്കെ അത് രണ്ടും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ കറണ്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. ഇങ്ങനെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കുക. തീർച്ചയായും അതൊക്കെ നിങ്ങളിത് വരും സമയങ്ങളിൽ അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്ന ഒരു ഫണ്ട്